ഇന്ന് കുറച്ച് മധുരമായാലോ? നമുക്ക് കുറച്ച് ലഡു റെഡിയാക്കാം. അതിനായിട്ട് കടലമാവാണ് എടുത്തേക്കുന്നത്. കടലമാവിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ 2 കളറുള്ള ലഡുവാണ് ഉദ്ദേശിച്ചേക്കുന്നത്, ഓറഞ്ചും മഞ്ഞയും. അപ്പോൾ ഒരെണ്ണത്തിലേക്ക് ഓറഞ്ച് കളറും ഒരെണ്ണത്തിനകത്തേക്ക് മഞ്ഞ കളറും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡ് കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു തവ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ദ്വാരമുള്ള പാത്രത്തിലൂടെയോ തവിയിലൂടെയോ മാവ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ബൂന്തീസ് റെഡിയാക്കി എടുക്കണം. ഞാൻ ഓറഞ്ചും മഞ്ഞയും സെപ്പറേറ്റ് ആണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഈ ബൂന്തീസിൽ അത്യാവശ്യം ഷേപ്പുള്ള കുറച്ച് ചെറിയ ബൂന്തീസ് ഞാൻ ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകല്ലേ. ഇനി മാറ്റി വെച്ചേക്കുന്ന ബൂന്തീസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഓറഞ്ചും മഞ്ഞയും കൂടി ചേർത്ത് ഒരു ഇതും കൂടി ആക്കുന്നുണ്ട്. അത് പഞ്ചസാര ലഡു റെഡിയാക്കാനാണേ. കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് നെയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് കോരി രണ്ടിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര പാനി റെഡിയാക്കലാണ്. 1 ഗ്ലാസ് പഞ്ചസാരയിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് പാനിയാക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക കൂടി അതിനകത്ത് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ച് നൂൽ പരുവാകുമ്പം അത് ഒരേ തവി കോരി എല്ലാ പാത്രത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അധികം ആറുന്നതിന് മുമ്പ് ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ലഡു ഞാനിന്ന് പഞ്ചസാരയ്ക്കകത്തും കൂടി മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കറിയിൽ അതേ ടേസ്റ്റാണ് വരുന്നത്. കടലമാവൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറായി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.